നമസ്കാരം. ജോലി സമയം കുറക്കണമെന്ന ചിന്ത 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലേ ലോകത്ത് ആരംഭിച്ചിട്ടുണ്ട്. 1926 ഫോർഡ് മോട്ടോർ കമ്പനി 5-ഡേ വർക്ക് വീക്ക് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. 5-ഡേ വർക്ക് വീക്ക് എന്ന് വച്ചാൽ ആഴ്ചയിൽ 5 ദിവസം ജോലിയും 2 ദിവസം വിശ്രമവും എന്നതാണ് ഉദ്ദേശ്യം. ടെക്നോളജി വികസിച്ചതോടെ 5-ഡേ വർക്ക് വീക്ക് എന്ന ആശയത്തിന് ലോകത്ത് വളർച്ച നേടാൻ സാധിച്ചു. 2018 ന്യൂസിലാൻഡ് കമ്പനിയായ പെർപ്പിച്വൽ ഗാർഡിയൻ എന്ന കമ്പനി ആഴ്ചയിലെ ജോലി ദിവസം 4 ഒരു പുതിയ പരീക്ഷണം നടത്തി. 2 മാസം പരീക്ഷണാർത്ഥം ഈ 4-ഡേ വർക്ക് വീക്ക് നടപ്പിലാക്കി. ജോലി സമയം കുറച്ചപ്പോൾ ജോലിക്കാരുടെ ഉൽപാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായി കമ്പനിക്ക് കണ്ടെത്താൻ സാധിച്ചു. കമ്പനിയുടെ സ്ഥാപകനായ ആൻഡ്രൂ ബാർണസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരീക്ഷണം വിജയിച്ചപ്പോൾ 4-ഡേ വർക്ക് വീക്ക് ഒരു സ്ഥിരം സംവിധാനമായി നടപ്പിലാക്കാൻ കമ്പനി തീരുമാനിച്ചു. അങ്ങനെ 4-ഡേ വർക്ക് വീക്ക് എന്ന ആശയം ലോകത്തെ ഒരു പുതിയ മാതൃകയായി മാറി. ന്യൂസിലാൻഡ് കമ്പനിയെ അനുകരിച്ച് 2019 മൈക്രോസോഫ്റ്റ് ജപ്പാൻ 4-ഡേ വർക്ക് വീക്ക് നടപ്പിലാക്കുകയും 40% പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല, പ്രിന്റിംഗ്, വൈദ്യുതി പോലെയുള്ള കമ്പനിയുടെ ചെലവുകൾ കുറയുകയും ചെയ്തു. 2021 സ്പെയിൻ സർക്കാരും 4-ഡേ വർക്ക് വീക്ക് നടപ്പിലാക്കുകയും പ്രൊഡക്ടിവിറ്റിയിൽ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഐസ്ലൻഡ് സർക്കാരും 4-ഡേ വർക്ക് വീക്ക് പദ്ധതി നടപ്പിലാക്കി വിജയിച്ച കൂട്ടത്തിൽപ്പെടുന്നു. ചുരുക്കത്തിൽ 4-ഡേ വർക്ക് വീക്കിന് അവകാശപ്പെടാവുന്ന ചില പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റുകൾ ഇനി പറയുന്നവയാണ്. 1. ജോലിക്കും ജീവിതത്തിനും ഇടയിലുള്ള സന്തുലനാവസ്ഥ അഥവാ വർക്ക് ലൈഫ് ബാലൻസ് മെച്ചപ്പെടുത്താൻ തൊഴിലാളികൾക്ക് സാധിക്കുന്നു. 2. ജോലിയിൽ ഉൽപാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. 3. ജോലി ചെയ്യുന്നവർക്കിടയിൽ ജോലി കാരണം ലഭിക്കുന്ന സംതൃപ്തി ഉയർന്നു നിൽക്കുന്നു. 4. കൂടുതൽ ഫ്രീ ടൈം ലഭിക്കുന്നതിനാൽ ജോലി ദിവസങ്ങളിലെ ലീവ് കുറക്കുവാൻ സാധിക്കുന്നു. 5. കമ്പനിയുടെ മൊത്തം ചെലവിൽ കുറവ് വരുത്തുവാൻ 4-ഡേ വർക്ക് വീക്കിന് സാധിക്കുന്നു. എന്നാൽ 4-ഡേ വർക്ക് വീക്ക് എന്ന ഓപ്ഷൻ എല്ലാ ഇൻഡസ്ട്രികളിലും വിജയിക്കണം എന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.